തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 80 വയസ്സുള്ള ഒരു മനുഷ്യൻ 1 മണിക്കൂർ സമയം എല്ലാ ദിവസവും മെറ്റിലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് വളരെ അതിശയമാണ്. നമുക്കൊരു 5 മിനിറ്റ് മുട്ടുകുത്തി നിൽക്കാൻ പോലും വലിയ വിമിഷ്ടം അനുഭവപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം 80 വയസ്സുണ്ടെന്ന് ഓർക്കണം. 1 മണിക്കൂർ സമയം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകുത്തി നിന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേട്ടു. ഈ 80-ാമത്തെ വയസ്സിലും അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷത്തിനായി കൊടുത്തിരിക്കുകയാണ്. മിഷൻ വേലയ്ക്കായി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, തെരുവ് ശുശ്രൂഷകൾക്കായി തൻ്റെ ജീവിതം കൊടുക്കുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ, ഇതിനിടയിൽ ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷകൾക്കായി പോകുന്നു. ജീവിതം മുഴുവൻ കർത്താവിനായി സമർപ്പിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങൾ നമ്മൾ ഈ ആഴ്ചയിൽ, ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പച്ചാ, വീണ്ടും സ്വാഗതം. ഈ ധ്യാനമൊക്കെ കൂടിയതിൻ്റെ പേരിൽ കുറേ നഷ്ടങ്ങൾ ആദ്യം വന്നെന്ന് പറഞ്ഞല്ലോ. ബിസിനസ്സിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. ഒരു 27 ലക്ഷം രൂപ കടം വന്നു, വലിയൊരു ബാധ്യതയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്തു പോയത്? അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തിൽ വീണ്ടും ഒന്നുകൂടെ ആശ്രയിച്ചു. അപ്പോൾ അച്ഛനെ കണ്ട് വേദാനിയ ശുശ്രൂഷയിൽ കുര്യനച്ഛനായിരുന്നു അന്ന്. കുര്യനച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി ബിസിനസ് ചെയ്യണ്ട, ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ധ്യാനം കൂടി ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. അവിടെ നിന്ന് ദൈവം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട. യേശുവിൻ്റെ രൂപത്തിൽ തന്നെ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, എല്ലാം നേരെയാവുമെന്ന് പറഞ്ഞു. ശരിക്കും കണ്ടതാണോ അതോ തോന്നലായിരുന്നോ? ഇങ്ങനെ വന്ന് എൻ്റെ തോളിൽ സ്പർശിച്ചിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് ഇന്ന് വരെയും ഉൾക്കണ്ട എന്ന് പറഞ്ഞൊന്നും ആയിട്ടില്ല. ഭയം ഉണ്ടായിട്ടില്ല. ഭയം ഉണ്ടായിട്ടില്ല, ഉൾക്കണ്ട ഉണ്ടായിട്ടില്ല. കടമുണ്ടെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനെപ്പറ്റി യാതൊരു വിഷയവുമില്ല. സമയാസമയങ്ങളിൽ നടക്കേണ്ടത്, ഈ പൈസ കൊടുക്കാനുള്ളതിന് ഒരാൾ മാത്രമേ എന്നെ ചീത്ത വിളിച്ചുള്ളൂ. ആ ചീത്ത വിളിച്ച ആളെ ഞാൻ ഒരുപാട് സഹായിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭയങ്കര ഇടപെടലാണ് പിന്നെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ വിവാഹം, അതെല്ലാം ഇതിനിടയിൽ പിന്നീട് ഭംഗിയായിട്ട് നടന്നു. അതിനു മുമ്പ് ഈ വിദ്യാഭ്യാസം, പിള്ളേരുടെ വിദ്യാഭ്യാസം, ലാസ്റ്റ് അവൾ BSc നേഴ്സ് കഴിഞ്ഞ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിലെ മറ്റേ ഇളയ മകൻ അവൻ BAക്ക് വെച്ച് MAക്ക് പഠിച്ച് ഒരു ആ കാലത്ത് ആണ് ഈ ഇതിനിടയ്ക്ക് മോൾക്ക് ക്യാൻസർ രോഗം വന്നു. 4 മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇളയ മകൾക്ക്. എന്ത് പറ്റിയത്? അത് ക്യാൻസർ വന്നു. മറ്റേ ക്യാൻസർ വന്നിട്ട് 4 മാസം ജീവിക്കണമെന്ന് ഡോക്ടർമാർ ഗൾഫിൽ നിന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അത് തന്നെ സൗഖ്യപ്പെട്ടു. കർത്താവ് സൗഖ്യം നൽകി. പിന്നീട് അവളുടെ വിവാഹം നടന്നു. കർത്താവ് ഒരുക്കി. അതിനുവേണ്ടി അതിൻ്റെ ഇടക്കാരൻ കർത്താവാണ്. അങ്ങനെ മക്കളുടെ എല്ലാം വിവാഹമൊക്കെ ഭംഗിയായിട്ട് എല്ലാം നടന്നു. ഒരാൾ സിസ്റ്റർ. അപ്പോൾ ഈ തെരുവ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഞാനിങ്ങനെ തെരുവ് ശുശ്രൂഷയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ചെറുനില മൗസേപ്പച്ചൻ എന്ന് പറഞ്ഞ ആള് നമുക്കറിയാം. പുള്ളി എന്നോട് പലപ്പോഴും ഇതിനെ കൂടാൻ പറയും. അപ്പം ഞാൻ പറയും, ഒരു വചനം പറഞ്ഞാൽ 4 കേൾക്കുള്ളൂ, 4 പേരല്ലേ കേൾക്കുള്ളൂ, ഒരാൾ മുഴുവൻ കേൾക്കുകയല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം ചുങ്കം എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുങ്കത്ത് അവിടെ ഒരാളും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ലേശം വചനം പറയാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരാളും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞ് മറിഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ വചനം പറഞ്ഞോളാം, ആളൊക്കെ വരുവാണ്ടിരിക്കുകയോ ചേട്ടെന്ന് പറഞ്ഞ് തുടങ്ങി എൻ്റെ കയ്യിൽ പ്രാർത്ഥിക്കാനായിട്ട് മൈക്ക് തന്നു. അപ്പോൾ അവിടെ ഒരു വണ്ടി വന്ന് പെട്ടെന്ന് എന്തോ ഒരു സ്റ്റക്കായി, വണ്ടി മുന്നോട്ട് എടുക്കാൻ മേലാണ്ട് പോലെ സ്റ്റക്കായി. അവിടെ മറച്ചും വണ്ടികളും ആൾക്കാരും ഓട്ടോക്കാരും എല്ലാം വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇത് കർത്താവിൻ്റെ ഒരുക്കലാണല്ലോ. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഈ വണ്ടികളെല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ തെരുവിലിറങ്ങിയെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്, ഒറ്റയ്ക്കും. അന്ന് മറ്റേ എനിക്ക് ആദ്യം കൂട്ടായിട്ട് കിട്ടിയത് മറ്റേ ഒരു ജോസ് എന്ന് പറഞ്ഞ കാരക്കാട്ട് ജോസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു.
പുള്ളി മറ്റേ ധോനിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. പുള്ളി തെരുവിൽ വചനം പറയും. ആ പുള്ളിയായിട്ട് ഞാൻ തിരുവനന്തപുരം എല്ലാം പോകും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ മൈക്കുമായിട്ട് പോകും. അവളെ മറ്റേ ഭാര്യയ്ക്കും മറ്റേ അങ്ങനെ പലർക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൈക്കുമായിട്ട് പോയിട്ട് അവളെ തെരുവിൽ വചനം പറയും. ഇവിടെ അവളെ ആശുപത്രിയിലാക്കിയിട്ട്, അതായത് ഭാര്യ തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയിൽ കിടക്കുകയാണ്. ചികിത്സ കിടക്കുമ്പം ഞാൻ അവളെ ആ സമയത്ത് നമ്മൾ മൈക്കുമായിട്ടാ പോയത്. മൈക്കായിട്ടേ പോവുള്ളൂ. അതായത് വഴിയിൽ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയാൽ വർത്താനം പറയും. അല്ല, അവരോട് പ്രസംഗിക്കും, വചനം പറയും. വചനം പറയും. അത് ഇപ്പോഴും തുടരുന്നുണ്ടോ പരിപാടി? ഇപ്പം ഈ ഒരു വർഷമായിട്ട് ഇപ്പം പോകുന്നില്ല. ഇപ്പൊ ഈ 1 വർഷമായിട്ടേ പോകത്തുള്ളൂ? അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ കോവിഡിന് മുമ്പ് ഉള്ള കാലങ്ങളിലെല്ലാം പോകുന്നുണ്ടായിരുന്നു. ഒരു കണ്ണ് കാണാത്ത ചേട്ടനൊക്കെ ഞാൻ ഇറക്കിയേ. റിപ്പണിലൊരു ചേട്ടനുണ്ട്, ഒരു പൗലോസ് ചേട്ടൻ. പുള്ളി നന്നായിട്ട് വചനം പറയും. പുള്ളി ഞാനൊരു ദിവസം കൂട്ടത്തായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പുള്ളി വന്ന് എൻ്റെ വചനം കേട്ടിട്ട് ആ പുള്ളി എന്നോട് ചോദിച്ചത്, നിങ്ങൾ ബന്ധിക്കോസാരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബന്ധിക്കോസ് അല്ല, RC എന്ന് പറഞ്ഞു. RCക്ക് ഇങ്ങനെ പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഇത് പിന്നെ ആർക്കാ പിന്നെ ഈ പരിപാടി ചെയ്യാന്നുള്ള യോഗ്യതയെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ അടുത്ത ആഴ്ച വരട്ടെ എന്ന് ചോദിച്ചു പുള്ളി. അങ്ങനെ പുള്ളി നന്നായിട്ട് പറയും. പുള്ളി ഇപ്പം സുഖമില്ലാണ്ടിരിക്കുകയാണ്. കാലിന് പുള്ളി മേഘം കൊണ്ട് കാലിന് വെച്ചപ്പോൾ മൈക്കൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? മൈക്ക് അവർക്ക് കൊടുത്തായിരുന്നു, നമ്മുടെ കമ്പനിക്ക് കൊടുത്തു. മറ്റേ ഈ കൂട്ടുകാർക്ക് കൊടുത്തു. അതിലൊരു കണ്ണ് കാണാൻ മേലാത്ത ദേവസ്വചേട്ടനുണ്ട്. പുള്ളി ഇപ്പോഴും തീക്ഷ്ണമായിട്ട് എന്നെ മിക്കവാറും വിളിക്കും ദേവസ്വചേട്ടൻ. പുള്ളി ഇവിടെ സാക്ഷ്യം പറയാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും വിളിക്കും, എന്നെ വിളിക്കും, മറ്റേ പോകാമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് കർത്താവ് സന്ദേശം കിട്ടുന്നവരെ നോക്കിയിരിക്കുക. പോകാനുള്ള മടി കൊണ്ടല്ല, എനിക്ക് മറ്റേ കർത്താവിൽ നിന്നൊരു മെസ്സേജ് കിട്ടണമല്ലോ. നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം ഇതാണ്: ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നില്ല, രോഗം കൊടുക്കുന്നില്ല, അവനെ ക്ലേശത്തിലേക്ക് തള്ളിവിടുന്നില്ല. എല്ലാം അവൻ്റെ സ്വന്തം പ്രയത്നം, അവൻ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിലെനിക്ക് കിട്ടിയ ബോധ്യം ഇതാണ്: ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ അവൻ്റെ പാപം വെളിപ്പെടും. അവൻ ദൈവം ശിക്ഷിക്കുകയല്ല, അവൻ തന്നെ അവന് വേണ്ട സ്ഥലം തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ അവൻ്റെ പാപം വെളിപ്പെടും. അപ്പോൾ പിന്നെ അവന് എങ്ങോട്ട് പോകണമെന്ന് അവൻ തന്നെ തീരുമാനിക്കണ, ദൈവമല്ല. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണോ, ഞാൻ തന്നെ വഴിയൊരുക്കിക്കൊള്ളുക. ദൈവം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കിത്തരും. നമ്മളതിനെ അവഗണിച്ച് കളയുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സം ഉണ്ടാകുക. നമ്മൾ തന്നെയാണ് ശരിക്കും തടസ്സം. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നിലപാടുകളാണ് തടസ്സമായിട്ട്. അതായത് നമ്മുടെ കൂട്ടുകാരനോ നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മളുമായിട്ട് ഇടപെടുന്ന ആരും അല്ല, നമ്മുടെ തടസ്സം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പരിശോധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റൊരാളെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തടസ്സം വരുത്തുന്നത് നമ്മളാണ്, നിത്യജീവനിലേക്കുള്ള വഴി. അതുപോലെ നമ്മൾ ലോകത്തിലും ശ്രദ്ധയില്ലാണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് പലതും അപകടങ്ങളും പല വിഷയങ്ങളും ഉണ്ടാകുന്നത്. നമുക്ക് ശ്രദ്ധയില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാറില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാൻ ആർക്കും തന്നെ അറിയത്തില്ല. എങ്ങനെ ആലോചന ചോദിക്കാമെന്ന് അറിയത്തില്ല. ഈ സകല കാര്യങ്ങളിലും ഈ ദൈവത്തോട് ആലോചന ചോദിച്ചാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു രീതി ഉണ്ടോ? ഇപ്പം ഞാൻ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. മറ്റേ ഇങ്ങനെ ആലോചന ചോദിക്കും. അപ്പം പോകണ്ടെന്ന് പറഞ്ഞിടത്ത് പോകുന്നില്ല. അങ്ങനെ അതെങ്ങനെ മനസ്സിലാകുന്നു? അത് ഞാനിങ്ങനെ ഒന്നുമില്ല, എൻ്റെ വീട്ടിലുള്ള പ്രാർത്ഥിക്കുമ്പം മക്കളോട് അടയാളം ചോദിക്കും. അടയാളം ചോദിച്ചിട്ട് ഇന്നതാണേ പോകണം, അല്ലേ പോകണ്ട. അങ്ങനെ ഞാൻ 2 ഇത് വെക്കും, 2 എമ്പളം. അല്ല അതിൻ്റെ 2 അടയാളം അവളെ പറയും. ചിലപ്പോൾ 2 പൂവായിരിക്കും, റോസപ്പൂ, ചെമ്പരത്തി പൂ, അല്ലെ 2 കളറായിരിക്കും, അല്ലെ 2 നമ്പറായിരിക്കും. അപ്പം ഏത് വേണം. അപ്പം പോകണ്ടെന്നുള്ളത് കിട്ടുവാണെങ്കിൽ പോകുന്നില്ല. ശരിക്കും അങ്ങനെ കിട്ടുന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അല്ല, അപ്പം ആദ്യം തന്നെ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തപ്പം അവർ ഞറുക്കിട്ടായെടുത്തേ. അങ്ങനെ അപ്പസ്തോലന്മാരിൽ മത്യാസ് അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് പെട്ടത് അപ്പസ്തോലന്മാരെ ഞറുക്കിട്ടെടുക്കുമായത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഞറുക്കെടുക്കലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ
ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വരുന്നുണ്ടല്ലോ. അപ്പോൾ വചനത്തിലുള്ളത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാം. വചനത്തിൽ ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയല്ല. പക്ഷേ ഇത് വചനത്തിലുണ്ട്. അപ്പം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്നും കള്ളമല്ലല്ലോ, സത്യമല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സത്യമായതുകൊണ്ട്, അപ്പോൾ മറ്റേ നേരത്തെ നമ്മൾ പറയുമ്പോൾ മർക്കോസിൻ്റെ 12:24 പറയാണ്, വചനമോ അതിൻ്റെ ശക്തിയോ നമുക്ക് അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അറിയത്തില്ല, അതിൻ്റെ ശക്തി അറിയത്തില്ല. കാരണം വചനം നമുക്ക് പറഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ ഉത്തർപ്രദേശിൽ പോയി. ഉത്തർപ്രദേശിൽ പോയപ്പം അവിടെ കർത്താവ് ചോദിച്ചിട്ട് തന്നെയാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കർത്താവ് ചോദിച്ച് പൊക്കോളാൻ പറഞ്ഞേ പോയെ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു. 16-ാം തീയതി ഇങ്ങോട്ട് പോരുന്നത്. ആ 16-ാം തീയതി പോരുന്നതിന് 17-ാം തീയതി എൻ്റെ മരുമോൾ അവിടെയുണ്ട്, അവൾ സിസ്റ്ററാണ്. 17-ാം തീയതി അവൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂടുതൽ പോരാം, അതുകൊണ്ട് 16-ാം തീയതി ഞാൻ ഇതിലെടുത്തേക്കണേ, എന്നാ സ്ലീപ്പറിലാണ് കിട്ടിയേക്കണേ, അതുകൊണ്ട് AC എടുത്ത് പോകാമെന്ന് പറഞ്ഞ് AC അവളുടെ ടിക്കറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിൽ AC ഇരിക്കാം. അപ്പോൾ ഈ ചൂട് കാലമല്ലേ, അതുകൊണ്ട് പോരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അവർ ടിക്കറ്റ് അവിടെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയമുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് എടുപ്പിച്ചു. അവൾ സിസ്റ്ററിനെ പരിചയമുള്ള ബന്ധത്തിലുള്ളതാണെന്ന് തോന്നുന്നു. എടുത്ത് തിരിച്ച് ഞാൻ അവരുടെ ജനറേറ്ററിൽ വന്നപ്പം അവർ പറഞ്ഞു, ഇത് ഈ ടിക്കറ്റാണ്, ക്യാൻസലായി പോകും, ഇത് കൺഫേം ആയിട്ടില്ല, ക്യാൻസലായി പോകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നു, എനിക്കന്ന് പേടിയൊന്നും തോന്നിയില്ല, കാരണം നമ്മൾക്ക് വിഷയമില്ലല്ലോ, നമ്മൾ ടിക്കറ്റ് എടുത്തതല്ലേ. അതുപോലെ തന്നെ ട്രെയിനിൽ കയറിയപ്പം അയാൾ വന്ന് പറഞ്ഞ് ഇത് ക്യാൻസലായിപ്പോയി, വേറെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം മരുമോൾ പറഞ്ഞു, ഇന്ന ഉദ്യോഗസ്ഥനാണ് എടുത്തതെന്ന് പറഞ്ഞു. ആരും എടുത്തതാണേലും ടിക്കറ്റ് ക്യാൻസലായിപ്പോയി എടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് പറഞ്ഞു. അന്നേരം അയാളങ്ങ് പോയി. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച്, അവൾ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ച് ചോദിച്ചു, ടിക്കറ്റ് എടുക്കാൻ ക്യാൻസലായെന്നാണ് പറഞ്ഞു. ക്യാൻസലായെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മരുമോൾ വേഗം ഓടിപ്പോയിട്ട് അയാൾ പറഞ്ഞു, എന്നാൽ ടിക്കറ്റിൻ്റെ പൈസ തരാമെന്നാ പറഞ്ഞാൽ മതി. നിങ്ങളങ്ങ് പോയിരുന്നു, ഞാനങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു. കണ്ണൂർ ഇറങ്ങണ വരെ അയാൾ വേറെ ഒരു ഉദ്യോഗസ്ഥനോ ഞാൻ എൻ്റെ അടുത്ത് വന്നില്ല. എനിക്കൊരു സീറ്റും തയ്യാറായി അവിടെ. ഇവളുടെ സീറ്റ് എനിക്ക് തന്നു, അവൾക്കൊരു സീറ്റ് ഒരു അമ്മ, പ്രായമുള്ളൊരമ്മ എടുത്ത ടിക്കറ്റ് അവിടെ അടുത്ത സീറ്റ് ഉണ്ടായിരുന്നു. ആ അമ്മ അവളുടെ കൂട്ടത്തിലുള്ളവർക്ക് വേറെ സ്ഥലത്ത് കിട്ടിയോണ്ട് അവൾ നീ പോകുന്നില്ല, ആ സീറ്റ് അവൾക്കും കിട്ടി. കണ്ണൂർ വരെയും ആരും വന്നില്ല. നമ്മൾ കണ്ണൂർ വന്ന് ഇറങ്ങുകയും ചെയ്തു. കണ്ണൂർ വന്ന് ഞാൻ പിന്നെ അവിടുന്ന് കോഴിക്കോടിന് അവിടുന്ന് വേറെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പോന്നു. അവിടുന്ന് കോഴിക്കോടായി ഇറങ്ങണ്ടേ. ഈ മിഷൻ പ്രദേശങ്ങളിൽ പോകുന്ന അനുഭവങ്ങളാണ്. എത്ര സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്? ഞാൻ ആദ്യം പോയത് അരുണാചലിലാണ്. ആദ്യം കമ്മത്ത് പോയി, പിന്നെ അരുണാചലിൽ പോയി. അരുണാചലിൽ മറ്റേ പോയി ഞാൻ അവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒക്കെ പോയി അങ്ങനെ സ്ഥലത്തൊക്കെ പോയി അവിടെ 1 മാസം ഏറ്റവും ജീവിച്ചു. അവിടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ അവരുടെ അടുത്ത് ചെന്നാൽ വെറും ചോറ് പറ്റിച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചിട്ട് അതിങ്ങനെ കഷ്ണം പോലെ വെട്ടി മത്തങ്ങ ആടെ ഇല, മത്തൻ്റെ ഇല, ഒരു ചാറും ഉണ്ടാവും, വേറൊന്നുമില്ല. അതാ കഴിക്കണ്ടേ. പക്ഷെ നമുക്കതൊന്നും ബോധ്യം തോന്നിയിട്ടില്ല. നമുക്ക് ഈ മത്തൻ്റെ ഇല ഇല്ലാണ്ട് ഇത് കഴിക്കാനും പറ്റിയല്ല. വെള്ളം ഈ വെള്ളം ഒഴിച്ചാലേ ഇത് കിട്ടുള്ളൂ. പിന്നെ അവർ ഇറച്ചിയൊക്കെ നമുക്ക് ഉണ്ടാക്കണ പോലെ അറിയത്തില്ല. അവർ ചുമ്മാ ഇത് അവരൊക്കെ പറഞ്ഞിട്ട് ലേശം മസാലയൊക്കെ കൂട്ടി ഉണ്ടാക്കി തരും. പക്ഷേ അവിടെ നമ്മൾ വീടുകളിലൊക്കെ പോയി അരുണാചലിൽ ഞങ്ങളൊരു സ്ഥലത്ത് 7 വീട്ടുകാരാണ് അവിടെ ഒറ്റ വീട്ടിൽ താമസിക്കുന്നത്. അത് പട്ടിയൊക്കെ അത് മറ്റേ മുള കൊണ്ട് തട്ടുണ്ടാക്കിയിട്ട് ഈ തട്ടിൻ്റെ പുറത്താണ് കുന്നൊന്നും നിരത്തൊന്നുമില്ല. ഒരു വീട് അവിടെ കത്തിപ്പോയാൽ അവർ ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാവരും കൂടെ അവർ അടുത്ത വീടുണ്ടാക്കും. അത് കത്തിപ്പോകുക എന്തെങ്കിലും നശം വന്നാൽ. അല്ലെങ്കിൽ ഈ വീട്ടിലല്ല സാധനം വെക്കുക, അവർ സാധനം വെക്കാൻ വേറൊരു വീടുണ്ടാക്കി വെക്കും. കാരണം ഇവിടെ തീയും കത്തിച്ചെന്തെങ്കിലും ഈ തട്ടയിൽ തന്നെയാണ് തണുപ്പായതുകൊണ്ട് വെക്കാം. അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ ആ സാധനം ഒന്നും നശിക്കാണ്ടിരിക്കാൻ അവർ വേറെ വെക്കും. അപ്പോൾ അവരങ്ങനെയാണ്. അവരൊരു ഗോത്രക്കാരെന്ന് പറഞ്ഞാൽ അവിടെ അരുണാചലിൽ 65% ക്രിസ്ത്യാനികളാണ് അവിടെ. അവർ നല്ല തീക്ഷ്ണതയുള്ളവരാണ്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരോട് അവിടെ ചെല്ലുമ്പോൾ അവരോട് ഏത് ഭാഷയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർ നിശി ഭാഷയാണ്. നിശി ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അച്ഛന്മാരുള്ളതുകൊണ്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ, പറഞ്ഞോളൂ.
അത് മറ്റേ എല്ലാ കാര്യങ്ങളും ഞങ്ങളവിടെ പോയപ്പോൾ ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു ബിയാത്ത് മിഷൻ. അന്ന് ഒരുപാട് പേരെ കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛൻ വരും. അപ്പോൾ അവസാനം പിന്നെ അച്ഛൻ പറഞ്ഞ് ഞങ്ങളെ കൗൺസിലിംഗ് നടത്തണമെന്ന്. അച്ഛന്മാർ എല്ലാവരും വന്നു. അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഇവരെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാലിന് എന്താ കുഴപ്പം? എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോട്ടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. പിറ്റേ ദിവസം അവർ അവിടുന്ന് മലയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ 10-15 കിലോമീറ്റർ നടക്കണം മലയിൽ. അങ്ങനെ നമ്മൾ ഓരോ ദിവസമൊക്കെ വൈകുന്നേരം വരെ നടന്നിട്ടൊക്കെയാണ് അങ്ങോട്ട് മലയിൽ പോണേ. അവർ ഇറങ്ങി വന്നേച്ചും പറഞ്ഞ് എന്നെ അവർ മറ്റേ ഈ പൈസ കൊടുത്ത് കല്യാണം കഴിക്കുക. പൈസ കൊടുക്കാനുള്ളവർ വിലയ്ക്ക് മേടിക്കും പെണ്ണുങ്ങളെ. 10-15 വയസ്സുള്ള പെണ്ണുങ്ങളെ. അത് 10-80 വയസ്സുള്ള പുരുഷന്മാർ 10-15 വയസ്സുള്ള ഇവർ പൈസ കടം കൊടുക്കാനുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് പറയുക ഇതിനെ 4 വർഷവും കാലയിൽ കയറ് കെട്ടി ചങ്ങല പട്ടിയെ പൂട്ടിയിരുന്ന പോലെ പൂട്ടിയാണ് അവിടെ ഇത് ഓടിപ്പോണ്ടിരിക്കുക. അതാണ് കാലയിൽ പ്രശ്നം. 4 വർഷം. അതിന് 1-2 പിള്ളേരുണ്ടായ പിന്നെ പോവുകയല്ലോ ഇതിനെ അഴിച്ചു വിട്ടത്. അങ്ങനെ അവിടെ അങ്ങനെ അടിമത്തത്തിലാണ്. അപ്പോൾ അവർ അടിമത്തം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ പോയി നമ്മൾ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറയാ ഈ സുവിശേഷം പറയുമ്പോൾ അവരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ അവരിൽ വ്യക്തമായ മാറ്റങ്ങൾ അനുഭവമാണ്. ഞാൻ അവിടെ ചെന്ന നിശ്ചയ ഭാഷയിൽ നന്മറിഞ്ഞറിയാം ഇതെല്ലാം പഠിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് അന്ന് എനിക്ക് ഒരു 60-65 വയസ്സുണ്ട്. ഈ പ്രായമുള്ള മനുഷ്യൻ ഒരാഴ്ച കൊണ്ട് നിശ്ചയ ഭാഷയെല്ലാം പറഞ്ഞറിയാൻ പഠിക്കുന്ന എന്നെ പള്ളി ഇരുത്തി പറയിക്കുകയൊക്കെ ചെയ്യും. വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ പോയി? എറണാകുളത്തിൽ. പിന്നെ ഞാൻ കമ്മത്ത് പോയിട്ടുണ്ട്. പിന്നെ സാഗറിൽ പോയി. ഞാൻ ഇനിയും ഈ മിഷനിൽ പോകാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ പോവും. കർത്താവ് അനുവദിച്ച പോവും. കർത്താവിന് ചോദിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ പോവും. ഭാഷയൊന്നും നമുക്ക് തടസ്സമല്ല. ഭാഷ പ്രശ്നമേ അല്ല. അവിടുത്തെ ഭക്ഷണവും വിഷയമല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോരെ. അല്ല, ഈ 80-ാമത്തെ വയസ്സിൽ ഈ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു വിഷയമില്ല. ഒരു കുഴപ്പമില്ല. കാലിനോ ഇതൊക്കെ മട്ടനൊക്കെ വേദനയുണ്ട്. അതിപ്പോൾ നമുക്ക് ശരീരം ജീവനുള്ളതുകൊണ്ടല്ലേ വേദന. ജീവനില്ലാത്ത സാധനത്തിന് വേദന ഉണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അത് നമ്മളിപ്പോ എനിക്ക് കാലിന് നേരം വേദന ഉണ്ടായപ്പം ഞാനൊരു 600 വചനോത്സവവും 400 ജീവജാലയും അവിടെ മുഴുവൻ കൊടുക്കുമായിരുന്നു. ഈ നമ്മുടെ മലപ്രദേശങ്ങളെല്ലാം കയറി മലയൊക്കെ കയറി കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഏൽപ്പിക്കും. അപ്പം ഞാൻ ഈ കാലിന് നീരും വേദന ഉണ്ടായപ്പോൾ അപ്പം ഞാൻ ഈ മിറ്റിലെ മുട്ടുമുട്ടാൻ തുടങ്ങിയ പിന്നെ ഈ കാലിന് നീരുണ്ടെങ്കിലും വിഷയമുണ്ടെങ്കിലും എനിക്ക് മുട്ടയിൽ എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ രാത്രിയിൽ 1 മണിക്കൂർ നിൽക്കും, സന്ധ്യപ്രാർത്ഥനയ്ക്ക് 1 മണിക്കൂർ നിൽക്കും. രാവിലെ വൈകിട്ട് 2 നേരമുണ്ട്. 2 നേരം നിൽക്കും. 2 നേരം ഈ മുട്ട നിൽപ്പുണ്ട് ഈ മെറ്റലേല്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷയമില്ല. ചിലപ്പോൾ ഇച്ചിരി വേദനയുണ്ട്. അതിപ്പോൾ ലേശം നമ്മൾ ഈ മുട്ടയെന്ന് എണീക്കുമ്പം അപ്പം നമ്മൾ കൈ കുത്തി ആറ്റിയിട്ട് ഒന്ന് കാല് നോർത്താൽ മതി. കാല് നോർത്താൽ അത് മാറിക്കോളും. എന്തൊക്കെ കൃപാവരങ്ങളാണ് അപ്പച്ചനിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ മറ്റേ ആദ്യം എനിക്ക് കൃപാവരം കിട്ടിയത് ഞാൻ ഈ നവീകരണത്തിൽ വന്നിട്ട് വീടുകളിൽ പോയി സമാധാനത്തിൽ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ആ പ്രശ്നങ്ങൾ പരിഹാരമായിരുന്നു. ഞാൻ ഒരു ദിവസം എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ട് പോയി. അപ്പം ഞാൻ വചനമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കും. നമ്മൾ വചനം പഠിച്ചിട്ടൊന്നുമല്ല. വചനം പഠിച്ച് ഞാൻ ഈ ഡിവൈനിൽ കൗൺസിലിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സൈക്കോളജി ക്ലാസ് ഉണ്ടായിരുന്നു മറ്റേ എറണാകുളത്ത്. സൈക്കോളജി ആയിട്ട് മറ്റേ അതിന് പങ്കെടുത്തു. അന്നേരം കുറച്ച് കൃപ കുറയായില്ലേ. നമ്മൾ കൗൺസിലിംഗിൽ സൈക്കോളജി പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സൈക്കോളജി നമ്മൾ പഠിച്ചപ്പം അങ്ങനെ 1 വർഷം മുഴുവൻ പോയതാ. അതിന് എല്ലാ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അവൾ ഡിവൈന് കഴിഞ്ഞിട്ട് അവളെ പോയി ഇതും കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ അത് വാസ്തവത്തില് ഗുണമല്ല ദോഷമായത്. അത് നമുക്ക് ആളെയൊക്കെ കുറെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. അതായത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരാൾ വന്നു. അയാൾ മറ്റേ കോളേജ് ലെക്ചറായിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നേച്ചും ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണം, നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എന്നാ പഠിപ്പുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 6ാം ക്ലാസ്സേ പഠിപ്പുള്ളൂ. ഈ 6ാം ക്ലാസ്സുകാരൻ എന്നാ പറഞ്ഞു കൊടുക്കാനാണ് വിളിക്കുന്നത്. സാറിൻ്റെ കാര്യം എന്തെങ്കിലും പറ,
സാറ് എന്തെങ്കിലും പറഞ്ഞിട്ട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയാം. ഞാൻ നിങ്ങളെയൊക്കെ പറഞ്ഞു, ഞാൻ 5 അച്ഛന്മാരെയും 15 കന്യാസ്ത്രീകളെയും ഉടുപ്പ് വിരിച്ചതാണ് ഞാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയണത് കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് പറയേണ്ടത് പറഞ്ഞു. സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? സാറ് കുറേ കാര്യം ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ബൈബിളിൽ ഞാനന്ന് കണ്ടിട്ടില്ല, വായിച്ച് ഞാൻ ഓർക്കുന്നില്ല. ബൈബിൾ കാര്യങ്ങളും വായിക്കുന്നുണ്ട്. കാട്ടാട്ടിൻ്റെ പ്രസവകാലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഉത്തരം പറയാൻ മേലാത്തൊരു ഭാര്യ ഞാൻ പറഞ്ഞത് ആദ്യം ചോദിക്കുന്നേ. പുള്ളി എനിക്ക് ഉടനെ കൈ തന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വചനം എടുത്തപ്പോൾ ഇത് തന്നെ, ഇത് ഒരു 15 ചോദ്യമാണ് കിടക്കണേ ജോബിന്റെ പുസ്തകത്തിൽ. ഇതിനൊന്നും പുള്ളിക്ക് മറുപടി പറയാനില്ല. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് കുറച്ച് രഹസ്യ സന്ദേശം കൊടുത്തു. പുള്ളിയെ മുട്ടുകുത്തിയച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാനസാന്തരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എല്ലാണൊന്നും കഴിക്കാത്ത ആളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കഴിവുകൊണ്ടാണോ? ഞാൻ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പം ഒരു കൂട്ടുകാരൻ വിളിച്ചു, മറിഞ്ഞേട്ടാ ഇന്ന ചേർത്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേർത്തി വെള്ളവും കുടിക്കുന്നില്ല, വെള്ളം ഇറങ്ങുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, നമ്മളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനിതിലെ കുറച്ച് 14 ദിവസം കൊണ്ട് ഇങ്ങനെ കൊടുത്ത് ഞാൻ അതിലെ അങ്ങോട്ട് ആ വീട്ടിലേക്ക് വന്നേക്കാം, നമ്മുടെ അവിടെ തന്നെയാണ്, നീ അതിലെ അങ്ങ് വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ പോയി ചേർത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പം അവർ വിളിച്ചു പറയുക ചേർത്തി 8 എല്ലും കപ്പയും പുഴുങ്ങി തിന്നെന്ന്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ആരാ ഇതിൽ? ദൈവം അവിടെ അവർക്ക് പ്രവർത്തിക്കണമെന്ന് അവർക്ക് വിശ്വാസം ഉണ്ട്, അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മളെ വിളിച്ചു, നമ്മളെ ഒരു ഉപകരണമാക്കി. അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി? 13 വർഷം. ഈ 13 വർഷത്തിനിടയിൽ ഒരു ഏകാന്തത അത് അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ഭാര്യ മരിച്ചത് പോലും നമുക്ക് വിഷയം ഉണ്ടായിട്ടില്ല. ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വിഷയം ഉണ്ടായിട്ടില്ല. കർത്താവ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ കർത്താവ് എന്നോട് പറഞ്ഞു എല്ലാം നേരെയാകും, ഒന്നും ഭയപ്പെടേണ്ടെന്ന് എൻ്റെ തോളിൽ തട്ടി പറഞ്ഞ പിന്നെ ഇന്ന് വരെയും ഒരു കാര്യത്തെ പറ്റിയും ഉൾക്കണ്ടയില്ല. മക്കളെല്ലാം നല്ല നിലയിലെത്തി അല്ലേ? അവരെ മറ്റേ മൂത്തവൻ വീട്ടിൽ അവൻ്റെ കൂടെയാണ്. അപ്പം തറവാട്. രണ്ടാമത്തവൻ ഒരു പെര പണിതിട്ടുണ്ട്, അവൻ അബുദാബിലാണ്. മൂന്നാമത്തവൻ അബുദാബിയിലായിരുന്നു. അവർ രണ്ടുപേരും ആ കോവിഡ് കാലത്ത് അവളുടെ ജോലി അവൻ്റെ പോകുകയില്ലായിരുന്നു. അവൾക്ക് ശമ്പളം കുറച്ചപ്പം അപ്പോൾ അവളിഞ്ഞ് പോകുന്നു. പിന്നെ പിള്ളേരും വന്നു. അപ്പോൾ എല്ലാം കൂടെ അവളെ നിർത്തി പായി. അത് കഴിഞ്ഞപ്പോൾ അവൾ UK പോയി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഈ കഴിഞ്ഞ 19-ാം തീയതി അവനും 2 പിള്ളേരും ഉണ്ട്, ആൺപിള്ളേരാ. അവരും കൂടെ UK പോയി. അതിൽ അവൻ്റെ മൂത്തവൻ 10ാം ക്ലാസ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതം മുഴുവൻ വളരെ സംതൃപ്തി നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ. ഒരു വിഷയമില്ല, നമുക്ക് യാതൊരു വിഷയമില്ല. നമ്മളിപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഞങ്ങളെ വേണ്ടി പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ 80-ാമത്തെ വയസ്സിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമോ? എല്ലാ ദിവസവും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പോയിരിക്കും. നമുക്ക് അടുത്തതാണ്. അപ്പോൾ രാവിലെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. കുർബാന ബലിയർപ്പിക്കാൻ പോയാൽ അവിടെ രാവിലെ ആരാധനയ്ക്ക് മുമ്പ് അവിടെ ചെല്ലും. ആരാധന വെക്കുന്ന ചിലപ്പോൾ ഒരു 6-5 ആകുമ്പോഴേക്കും മിക്കവാറും പള്ളിയിൽ ചെല്ലും. ഞാൻ 6:10. അപ്പോൾ 6:15 ആരാധനയ്ക്ക് വെക്കും, 6:45 കുർബാനയ്ക്ക് കയറും. അതുവരെ മുട്ടത്ത് വയ്ക്കും. ആ പള്ളിയിൽ അങ്ങനെ ആയിക്കോളും. പിന്നെ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഒരിക്കലും ഒരിനും പരാജയം വരില്ല. ഏതായാലും നമുക്കിതിലൂടെ എല്ലാം മനസ്സിലാകുന്നത് അങ്ങയുടെ ജീവിതത്തിലൂടെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകാനായിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവത്തില്ല. ഒരു ഉത്കണ്ഠയുടെയും ആകുലതയുടെയും കാര്യമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഇനി ഈ 80-ാമത്തെ വയസ്സും കടന്ന് മുന്നോട്ട് പോയി അനേക വർഷങ്ങൾ ഇതുപോലെ കർത്താവിന് വേണ്ടി ജ്വലിക്കുവാനായിട്ട് അങ്ങേ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രായത്തിലൊക്കെ ആയിരിക്കുന്നവർ ഈ ഒരു 75-80 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പലപ്പോഴും വളരെ
പരിതാപകരമായ ഒരവസ്ഥയിലാണ് പലരും. എന്നാൽ നോക്കുക, കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലതയോടെ, ശാരീരികമായിട്ടും കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ല, മനസ്സ് അതിനേക്കാൾ ബലപ്പെട്ട് ഇനിയും എത്ര വർഷങ്ങൾ വേണമെങ്കിലും കർത്താവിന് വേണ്ടി ഓടാമെന്നുള്ള ആ ഒരു തീഷ്ണതയിൽ ഈ മനുഷ്യൻ എരിഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു വലിയ സാക്ഷ്യമായി മാറും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാം.